അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മുട്ടക്കറി ഞാൻ പലതരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ അത്ര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന കേക്ക് ഒരുപാട് പേര് തയ്യാറാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ കേക്കിന്റെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടിട്ട് ഫോട്ടോസ് അയച്ചിടാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ മുട്ടക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു മുട്ടക്കറി തയ്യാറാക്കാം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്നത് സവാള പൊരിച്ചതാണ്. 3 സവാളയാണ് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പൊരിച്ച സവാളയുടെ പേസ്റ്റ് ആണ്. ഇതെങ്ങനെ പൊരിക്കാന്നുള്ള വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ പുതിയ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം, അറിയാത്തവർ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാനിടുക. അതിനുശേഷം ഞാനിവിടെ 15 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണ്ട, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 5 അണ്ടിപ്പരിപ്പ് ഇട്ടാലും മതിയാവും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ക്രീമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ ക്രീമും തേങ്ങാപ്പാലും ചേർക്കാത്തത് കൊണ്ട് 15 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അണ്ടിപ്പരിപ്പിന്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ കറി നന്നായിട്ട് ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ നമ്മുടെ താരമായിട്ടുള്ള കോഴിമുട്ട പുഴുങ്ങി വെക്കുക. ഞാനിവിടെ 6 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോ കോഴിമുട്ടേനെ നമുക്ക് വരഞ്ഞു കൊടുക്കണേ. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ മുട്ട ഫ്രൈ ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ റെസിപ്പിക്ക് നമുക്ക് മുട്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ സവാള വറുക്കാൻ ഉപയോഗിച്ച ഓയിലില്ലേ, ആ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ ഏതാണെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നത്. അതേസമയം കേരള രീതി ചെയ്യുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതൊന്ന് ചൂടാവട്ടെ. ചെറുതായി ചൂടായിരിക്കുന്ന ഓയിലിലോട്ട് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ മുട്ടയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് മുട്ട പതുക്കെ വെച്ച് കൊടുക്കാം. ചെറുതീയിൽ നമുക്ക് ഈ മുട്ട ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടങ്ങ് ഉരുട്ടി എടുത്തങ്ങ് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കാം. ആ മുട്ടയ്ക്ക് ഒരു നല്ല കളറും കിട്ടുകയും ചെയ്യും, കാണാനൊരു ലുക്കും ഉണ്ടാവും. പിന്നെ ഒരുപാട് നേരം ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വൈറ്റ് പാർട്ട് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് മാറും, സ്വാദ് കുറയും കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് മാത്രം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും, ഒരുപാട് സമയം വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതങ്ങ് വേറെ പാത്രത്തിലോട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് വേറൊരു കടായി എടുക്കാം കേട്ടോ. വേറൊരു കടായിലോട്ട്, അല്ലെങ്കിൽ സെയിം കടായി എടുത്താലും പ്രശ്നമൊന്നുമില്ല, ഒന്ന് വാഷ് ചെയ്തെടുത്താലും മതി. അതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സവാള പൊരിച്ച ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. ചെറിയ ചൂടായിരിക്കുന്ന ഓയിലിലോട്ട് നമുക്ക് ഒരു ബേ ലീഫ്, ഒരു 3 ഗ്രാമ്പു, 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ്. ഞാനിവിടെ ഷാജീര എന്ന് പറഞ്ഞിട്ട് ചെറിയ കുഞ്ഞു ജീരകമില്ല, അത് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ സാധാരണ ജീരകമില്ലേ, നമ്മുടെ നല്ല ജീരകം, അത് ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിന്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പൊ നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. തീ കുറയ്ക്കണേ. തീ കുറച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ആണ്, 1 ടീസ്പൂൺ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി, ക്യുമിൻ പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ചെറിയ തീയിൽ ഇതിന്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 തക്കാളി, മീഡിയം തക്കാളി നന്നായി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളെ ഇതിന്റെ തീ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റാം. ആദ്യം 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയുടെ പേസ്റ്റ് നന്നായിട്ട് കുക്ക് ആവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നോക്കൂ കുട്ടികളെ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എണ്ണ തെളിയണം, അപ്പോഴാണ് അതിന്റെ അർത്ഥമാണ് എന്താണ്, നമ്മുടെ തക്കാളി നന്നായി കുക്ക് ആയിട്ടുണ്ടെന്നാണ് ഇതിന്റെ മീനിങ്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുത്ത് വെക്കാം കേട്ടോ. മീഡിയം തീയിൽ തന്നെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം നിങ്ങൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര തിക്നെസ് വരില്ല. ഞാൻ അധികം അണ്ടിപ്പരിപ്പ് എടുത്തുകൊണ്ടാണ് ഇത്രയും തിക്നെസ് ഉള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യണം, ചെറിയ തീയിലോട്ട് മാറ്റിയതിന് ശേഷം ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈവൻ നമ്മുടെ ഇത് ഓൾറെഡി കുക്ക് ചെയ്താണെങ്കിൽ പോലും ഒന്ന് കുക്ക് ചെയ്യണം. ഇതിൽ വെള്ളം പോരാൻ തോന്നുന്നവർ അല്പം വെള്ളം ഒഴിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോവേ. അപ്പം ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. കുറച്ച് മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക, ഒന്നും കൂടെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഈ മസാല നന്നായിട്ട് കുക്ക് ആവണമെങ്കിൽ മാത്രമാണ് ആ ഹോട്ടൽ സ്റ്റൈലിലുള്ള ഗ്രേവിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അത്യാവശ്യത്തിന് നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. നിങ്ങൾ കരിക്കരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ കോളായി മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യാം. ഞാൻ ഇച്ചിരി കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഓറഞ്ച് റെഡ് കളർ, പക്ഷെ നിർബന്ധമൊന്നുമില്ല. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാമേ. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ട ഇട്ടതിന് ശേഷവും നന്നായി തിളയ്ക്കണം, ഇതിലോട്ടൊന്ന് പിടിക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റുള്ള പരിപാടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തും. നല്ല തിക്ക് ഗ്രേവി ആണെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ട. പക്ഷെ ഈ ഒരു ഗ്രേവിയാണ് നല്ലത്. ഒരുപാട് തിന്നല്ല, അതേസമയം ഒരുപാട് തിക്കില്ലാത്ത ടൈപ്പ് ഗ്രേവി ഒന്ന് രുചിച്ച് നോക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, പക്ഷെ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് ഓഫ് ചെയ്യാം കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ചാനലിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അവർ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മളിപ്പോൾ അത്രയൊന്നും എണ്ണ ഉപയോഗിക്കാത്ത കാരണം അത്ര എണ്ണ തെളിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഉപയോഗിക്കും, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെ മതിയാവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലോട്ട് നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല റിച്ച് ഗ്രേവിയാണ് കേട്ടോ ഇത് സംഭവം. അപ്പത്തിൻ്റെ കൂടെ, നാണിൻ്റെ കൂടെ, അതുപോലെ തന്നെ റുമാലി റൊട്ടി, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള മുട്ടക്കറിയാണിത്. അതിലോട്ട് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചങ്ങ് വെക്കും. അപ്പോൾ ഇതിൻ്റെ കമ്പും കോലൊക്കെ മാറി സൂപ്പറായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അതിട്ട് കൊടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ നമുക്കൊരല്പം ഷുഗർ ചേർത്ത് കൊടുക്കാം, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടേസ്റ്റിന്. പിന്നെ ഈ സമയത്താണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മുടെ ക്രീം ചേർത്ത് കൊടുക്കണം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ക്രീം ചേർക്കുന്നില്ല എന്ന്, അതുകൊണ്ട് ഞാനിപ്പോൾ ആ സ്റ്റെപ്പ് ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയുടെ ഇല, നന്നായി ചെറുതായി കരിഞ്ഞ മല്ലിയുടെ ഇലയും കൂടെ ചേർത്ത് അങ്ങ് അവസാനിപ്പിക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി മണി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, എവിടെയോ ഏതോ റെസ്റ്റോറൻറ്റിൽ കഴിച്ച സ്വാദെന്ന് നിങ്ങൾ പറയും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. കാണുമ്പോൾ കുറച്ച് ലോങ് ആയി തോന്നുകയാണെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും വളരെ എളുപ്പമാണെന്നുള്ള കാര്യം. അറിയാവാ, സൂപ്പറായിട്ട് കേട്ടോ. ചെറിയൊരു പുളി, ചെറിയൊരു മധുരം, ആവശ്യത്തിന് എരിവ് എല്ലാം കലർന്നുള്ളൊരു സൂപ്പർ മുട്ടക്കറി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.